അഭിനേത്രിയിൽ നിന്നും ബ്ലോഗറായി മാറിയ നടിയാണ് ലിൻഡു റോണി. ടെലിവിഷൻ പരമ്പരകളിലൂടെ കയ്യടി നേടിയിട്ടുള്ള ലിൻഡു ഇപ്പോൾ തന്റെ വ്ലോഗുകളിലൂടെ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ്. ഇപ്പോഴത്തെ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ലിൻഡു. തന്റെ ജീവിതത്തിലെ നിമിഷങ്ങളാണ് വീഡിയോയിൽ ലിൻഡു പങ്കുവയ്ക്കുന്നത്. ഇതിനിടെ തന്റെ മകന് ഓട്ടിസം ആണെന്ന് പറയുന്ന നെഗറ്റീവ് കമന്റുകൾക്കുള്ള മറുപടിയും ലിൻഡു നൽകുന്നുണ്ട്. നിരവധി പേർ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ തനിക്ക് അയക്കാറുണ്ടെന്നും ബെറ്റ് വെച്ചവർ പോലും ഉണ്ടെന്നുമാണ് ലിൻഡു പറയുന്നത്. തനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് മകൻ ലെവിക്ക് ഓട്ടിസം ആണെന്നും അവനെ നോക്കണമെന്നായിരുന്നുവെന്നും ലെവിക്ക് 1 വയസ്സാകും മുമ്പ് തന്നെ ഓട്ടിസ്റ്റിക് ബേബി ആയിരിക്കുമെന്ന് പറഞ്ഞ് $1000 ബെറ്റ് വെച്ചവർ വരെയുണ്ടെന്നും ലിൻഡു റോണി പറയുന്നു. തന്നോട് ഭയങ്കര സ്നേഹമുള്ളയാളാണ് ലെവിക്ക് ഓട്ടിസം ആയിരിക്കുമെന്ന് പറയുന്നത്. ലെവിയുടെ ഓട്ടിസത്തിനായി ഇത്രയും ആളുകൾ $1000 ഒക്കെ ബെറ്റ് വെക്കുന്നത് കാണുമ്പോൾ ഇത്രമാത്രം ആളുകൾ മറ്റുള്ളവരുടെ മോശം അവസ്ഥ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായെന്നും ലിൻഡു റോണി പറയുന്നുണ്ട്. പക്ഷെ താൻ ഇതിലൊന്നും തളരില്ല എന്നും ഇതിനൊക്കെ മുകളിൽ എന്ത് വന്ന് വീണാലും താൻ തളരില്ല, ദൈവം തങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്നും ഇനിയിപ്പോൾ ലെവിക്ക് ഓട്ടിസം ആണെങ്കിലും ഇത്രയും വർഷം കാത്തിരുന്നാണ് തനിക്ക് മകൻ ലെവിയെ കിട്ടിയത്, തരുമ്പോൾ ദൈവം ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് തന്നതെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ലിൻഡു പറയുന്നുണ്ട്. 99% ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു തങ്ങളുടെ മോനിക്കുട്ടൻ. തന്റെ മമ്മിയെ എന്തൊക്കെ പറഞ്ഞവരും തളർത്തിയിട്ടുണ്ട്. ഒന്നിലും തന്റെ മമ്മി വീണിട്ടില്ല എന്നും ഇതുപോലെയുള്ള മെസ്സേജുകൾ അയക്കുമ്പോൾ ഒരാളുടെ നാശം കാണാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പോലെ ആയിരിക്കണമെന്നില്ല എല്ലാവരും പ്രതികരിക്കുകയെന്നും ഒരു കുഞ്ഞിനെ ദൈവം തരുമ്പോൾ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരാണ് അപ്പനും അമ്മയുമെന്നും അതോർത്ത് മറ്റാരും വിഷമിക്കേണ്ടതില്ല എന്നും ലിൻഡു റോണി പറയുന്നുണ്ട്. മാത്രമല്ല തന്റെ മകൻ ലെബിക്കുട്ടന്റെ ഡെവലപ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞുവെന്നും ലിൻഡു പറയുന്നുണ്ട്. ലെവി ടെസ്റ്റിൽ ഫുൾ മാർക്കിൽ പാസ്സായിരിക്കുകയാണെന്നും ലെവിക്കുട്ടനെ പോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടി, അതിനാൽ ഒരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞിനെ വെച്ച് താരതമ്യം ചെയ്യരുതെന്നും ലെവി ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നുണ്ടെന്നും ലിൻഡു പറയുന്നുണ്ട്. ലെവിയുടെ ഹൈറ്റും വെയിറ്റും നോക്കി പിടിച്ച് നടക്കുന്നുണ്ട്, സ്വന്തമായി കപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ക്രോൾ ചെയ്യുന്നുണ്ട്, നിറം തിരിച്ചറിയുകയും ചെയ്യുന്നു, പാരന്റ്സ് പോകുമ്പോൾ കരയുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയെന്നും എല്ലാം ഓക്കെയാണെന്നും ലിൻഡു പറയുന്നുണ്ട്. അതേസമയം മറ്റു കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചിലവിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നഴ്സറിയിൽ വിടാൻ വേണ്ടിയാണ് പറഞ്ഞതെന്നും അതിന്റെ ഗുണം കഴിഞ്ഞ ദിവസം താൻ കണ്ടിരുന്നുവെന്നും അക്കയുടെ കുട്ടികളെ കണ്ടപ്പോൾ അവൻ എല്ലാം മറന്ന് കളിയും ചിരിയും ബഹളവും ആയിരുന്നുവെന്നും കുട്ടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് മറ്റു കുട്ടികളുമായുള്ള ഇന്ററാക്ഷൻ എന്നും പതിയെ നഴ്സറിയിൽ വിട്ട് തുടങ്ങണമെന്നും ലിൻഡു റോണി പറയുന്നുണ്ട്. അതേസമയം വിവാഹത്തിന് ശേഷം അമേരിക്കയിലേക്ക് പോയ നടി അവിടെയുള്ള തന്റെയും കുടുംബത്തിന്റെയും വിശേഷം ഒന്നുവിടാതെ ആരാധകരെ അറിയിക്കുന്നുണ്ട്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു മകൻ പിറന്നതും അവന്റെ വിശേഷങ്ങളും തന്നെയാണ് ലിൻഡുവിന്റെ വീഡിയോയിലെ പ്രധാന കണ്ടന്റ്. താരത്തിന്റെ വ്ലോഗുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. തന്റെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളെല്ലാം ലിൻഡു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ലിൻഡുവിന്റെ യൂട്യൂബ് ചാനലും ജനപ്രിയമാണ്. ഈയടുത്തായിരുന്നു ലിൻഡു അമ്മയായത്. 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലിൻഡുവിനും ഭർത്താവിനും കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.